ഹലോ എവ്രി വൺ. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൂഡിൽ ആർട്ട് ചെയ്ത് നോക്കിയാലോ? സോ വലിയ ആൾക്കാർക്കും കുട്ടികൾക്കും വരയ്ക്കാൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഡൂഡിലാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബോക്സ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു സെൻറ്റർ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞ കുറച്ച് ലൈൻസ് നമ്മൾ ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ആകെ ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഫില്ല് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അടുത്തേക്കോ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടോ, അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ ഇങ്ങനെ വളഞ്ഞിട്ടുള്ള കുറച്ച് ലൈൻസ് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കരുത്, ഇങ്ങനെ കുറച്ച് വളഞ്ഞിട്ടുള്ള ലൈൻസ് തന്നെ വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ ഇങ്ങനെ ആ ബോക്സ് മുഴുവനായിട്ടും നമ്മൾ ഈ ലൈൻസ് കൊണ്ട് വരച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാ ഗ്യാപ്പും നമ്മൾ ഫില്ല് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റാ പോലൊരു സംഭവം ചെയ്യുക, അല്ലെങ്കിൽ യു പോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ. സോ അങ്ങനെ ഒരു സംഭവമാണ് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. സോ ഇങ്ങനെ ഇത് എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇല്ലൂഷണറി ആർട്ട് പോലെ തോന്നിക്കുന്ന, അല്ലെങ്കിൽ ഇല്ലൂഷൻ വരുന്ന രീതിക്ക് ഒരു ഡൂഡിലാണ് നമുക്കിന്ന് കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഒരു പാറ്റേൺ ആണിത്. സോ ഇതേപോലെ ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ അത് നിങ്ങൾക്ക് അടുപ്പിച്ച് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരുപാട് ഗ്യാപ്പ് ഇടരുത്, ഒരുപാട് അടുപ്പിച്ചിട്ടോ ആവരുത്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുമല്ലോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ആ രീതിക്ക് എല്ലാ ഭാഗത്തും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, അത്രമാത്രം ആകെ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, സോ ഈ ഡൂഡിൽ എന്നൊക്കെ പറയുന്നത് ഏത് വരയ്ക്കാൻ അറിയാത്ത പേഴ്സണും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനെ പ്രത്യേകിച്ച് എനിക്ക് വരയ്ക്കാൻ അറിയില്ല മിസ്സേ ഞാനിതൊക്കെ എങ്ങനെ ചെയ്യുക അങ്ങനെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാർക്ക് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഒരു പേപ്പറും ഒരു സാധാരണ പെന്നും ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ആക്ച്വലി നല്ലോണം സ്ട്രെസ് റിലീവ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളൊരു ഓവർ തിങ്കർ ആണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ ഒരുപാട് പ്രശ്നമാണ് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ, നമ്മളുടെ തോട്ട്സ് കുറച്ചെങ്കിലും ഒന്ന് റിലീവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മളുടെ ഇപ്പുറത്തെ പേജിൽ കാണുന്ന ഡൂഡിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കാർട്ട് ഞാനിവിടെ ആഡ് ചെയ്യാൻ വീഡിയോ ഉണ്ട്, നമ്മളുടെ ചാനലിലും അവൈലബിൾ ആണ്. സോ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. പലരും മറന്നു പോകാറുണ്ടെന്ന് തോന്നുന്നു ലൈക്ക് ചെയ്യാൻ. സോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഇത് ഏകദേശം ഫില്ലായി വരുമ്പോൾ തന്നെ ഒരു ഇലൂഷൻ പോലത്തെ ഒരു സംഭവമാണ് നമുക്ക് തോന്നുന്നത്. സോ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്തെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു ആർട്ട് വർക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.